പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ബാക്കി 4 ചാപ്റ്ററും വീഡിയോ മുൻപ് വിശദമായ രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കാണാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കാണാവുന്നതാണ്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക, വിശദമായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിനുള്ളിൽ വരുന്ന ഫോക്കസ് പോയിൻറ്റും പറയുന്നതായിരിക്കും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 4ാമത്തെ ചാപ്റ്ററിലെ മാർക്ക് ആണ് അവസാനം എടുത്തത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഡിവ് ആണ്. ഡിവ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിംഗ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്നതിനാണ് ഡിവ് ഉപയോഗിക്കുന്നത്. ദറ്റ് മീൻസ് ഡിഫൈനിങ് എ സെക്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് ദി ഡോക്യുമെൻറ്റ്. ഇതിന് 3 അട്രിബ്യൂട്ടാണുള്ളത്: അലൈൻ, ID, സ്റ്റൈൽ. ഇപ്പോൾ ഡിവ് എന്താണെന്ന് ചോദിച്ചാൽ അത് എഴുതിക്കോണം. ദ ഡിവ് ടാഗ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് എ സെക്ഷൻ ഓർ ബ്ലോക്ക് ഓഫ് ഇൻ ദ ഡോക്യുമെൻറ്റ്. ഓക്കെ, അതത്രയും ഓർത്താൽ മതി. ഇനി അടുത്തത് ഫോണ്ട് ടാഗാണ്. ഫോണ്ട് ഇത് നമ്മുടെ ഫോക്കസ് പോയിൻ്റ് ഉള്ളതാണ്. ഫോണ്ട് ടാഗ് ഇറ്റ് അലൗസ് ടു ചേഞ്ച് the size, style, color of the text enclosed within font and font tag. ഫോണ്ട്/ഫോണ്ടിനകത്ത് എഴുതുന്ന എന്തിൻ്റെയും സൈസും സ്റ്റൈലും കളറും ഒക്കെ മാറ്റാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അട്രിബ്യൂട്ട്സ് ആണ് കളർ, ഫേസ്, സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ഓർക്കുക, ഫോക്കസ് പോയിൻ്റുള്ള കാര്യമാണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണ്ട് ടാഗ് അതിൻ്റെ അട്രിബ്യൂട്ട് ഓർത്ത് വെച്ചോണം. കളറ്, ഫേസ്, സൈസ്, ഇത്രയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്. കാര്യം ശ്രദ്ധിക്കുക. ഇനി HTML എൻറ്റിറ്റീസ് ഫോർ റിസർവ്ഡ് വേർഡ്സ്. റിസർവ്ഡ് വേർഡ്സിന് വേണ്ടിയുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളത്. റിസർവ്ഡ് വേർഡ്സ് ഇത് ഓർക്കുക. നിങ്ങൾക്ക് A+ഉം ഫുൾ മാർക്കും ഒക്കെ മേടിക്കേണ്ടവർ മൊത്തം പഠിക്കണം. അത് ഫോക്കസ് പോയിൻറ്റിനെ ആശ്രയിച്ചിരിക്കരുത്. ഫോക്കസ് പോയിൻറ്റ് ജയിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. എല്ലാ കാര്യങ്ങളും പഠിക്കുക, ഫുൾ മാർക്ക് കിട്ടേണ്ടവർക്ക്. ശ്രദ്ധിക്കുക, നമുക്ക് ലെസ് ദാൻ സിമ്പൽ, ഗ്രേറ്റർ ദാൻ സിമ്പൽ, ആൻഡ് മുതലായവയൊക്കെ നമുക്ക് ഔട്ട്പുട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്താൽ കിട്ടത്തില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആംപർസാൻഡ് സിമ്പൽ ഇട്ടതിന് ശേഷം NBSP എന്ന് എഴുതിയാൽ നോൺ ബ്രേക്കിംഗ് സ്പേസ് വരും. ആംപർസാൻഡ് എന്ന് എഴുതിയിട്ട് കോട്ട് എന്ന് എഴുതിയാൽ ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഔട്ട്പുട്ടിൽ വരും. ആംപർസാൻഡ് APOS എന്ന് എഴുതിയാൽ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ഔട്ട്പുട്ടിൽ വരും. ആംപർസാൻഡ് AMB എന്ന് എഴുതിയാൽ ആംപർസാൻഡ് സിമ്പൽ വരും. ആംപർസാൻഡ് LT എന്ന് എഴുതിയാൽ ലെസ് ദാൻ സിമ്പൽ വരും. ആംപർസാൻഡ് ഗ്രേറ്റർ ദാൻ എടുത്താൽ ഗ്രേറ്റർ ദാൻ സിമ്പൽ വരും. ആംപർസാൻഡ് കോപ്പി എന്ന് എഴുതിയാൽ കോപ്പി റൈറ്റ് സിമ്പൽ വരും. TM ആംപർസാൻഡ് ട്രേഡ് മാർക്ക് സിമ്പൽ. R ആംപർസാൻഡ് REG. അപ്പോൾ ഇതാണ് ആംപർസാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് സിമ്പൽ നമുക്ക് ഔട്ട്പുട്ടിൽ വരാനായിട്ട് സാധിക്കും. ഇനിയും അടുത്തത് ഹൗ ടു ആഡ് കമൻസ് ഇൻ HTML. കമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? HTML കമൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി പ്രോഗ്രാമിംഗ് കോഡ് ബട്ട് യൂസ്ഡ് ഫോർ ദി അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് ദ യൂസർ. കമൻസ് ആർ യൂസ്ഡ്. കമൻസ് ആർ നോട്ട് ഡിസ്പ്ലേഡ് ഇൻ ബ്രൗസർ വിൻഡോ. കമൻറ്റ് എഴുതുന്നത് ഒരു ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇടുക, എന്നിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വരയ്ക്കുക, കാര്യങ്ങൾ എഴുതുക, ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇട്ട് ക്ലോസ് ചെയ്യുക. അതാണ് നമുക്ക് കമൻറ്റ് HTML എഴുതാൻ പറ്റുന്നത്. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഇതിനകത്തുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്തത് ഇൻസേർട്ടിങ് ഇമേജ്. അത് ഫോക്കസ് പോയിൻറ്റിലുള്ളതാണ്. ഇമേജ് നമുക്കൊരു ഇമേജ് നമ്മുടെ വെബ് പേജിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് IMG ടാഗാണ് ഉപയോഗിക്കുന്നത്. സോ IMG ടാഗ് ഈസ് യൂസ് ടു ഇൻസേർട്ട് ഇമേജ് ഇൻ ആൻ HTML പേജ്. എക്സാമ്പിൾ IMG SRC ഈക്വൽസ് picture1.jpg. നമുക്ക് നമ്മുടെ ഫോൾഡറിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന picture1.jpg എന്ന് പറയുന്ന ഫയൽ, ചിത്രം നമ്മളുണ്ടാക്കുന്ന വെബ് പേജിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൊടുക്കണം. എവിടെയാണോ കൊണ്ടുവരേണ്ടത് അവിടെ IMG SRC സോഴ്സ് ഈക്വൽസ് picture1.jpg എന്ന് കൊടുക്കണം. സോ സോഴ്സ് ഇസ് ദ മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് IMG ടാഗ്. അതോടൊപ്പം തന്നെ മറ്റ് ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട്. വിഡ്ത്ത്, ഹൈറ്റ്, V സ്പേസ്, H സ്പേസ് തുടങ്ങിയവയും ആട്രിബ്യൂട്ട്സ് ആണ്. ഈ എക്സാമ്പിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുക. ചിത്രമൊക്കെ വന്നിരിക്കുന്നത് കൂടുതലായിട്ട് നോക്കി മനസ്സിലാക്കാവുന്നതാണ്.
ഫോക്കസ് പോയിൻ്റുള്ളതാണ് ഇമേജ് ടാഗ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. IMG ടാഗ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ബോർഡറൊക്കെ വരുത്താനായിട്ട് സാധിക്കും നമുക്ക്. അതൊക്കെ പ്രത്യേകം പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഇനി നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് അട്രിബ്യൂട്ടാണ്. നമ്മൾ പറയുന്ന ചിത്രത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ALT അട്രിബ്യൂട്ടാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ പഠിച്ചതിൻ്റെ ചില ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ഹൗ ആർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റഡ് ഇൻ HTML? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ഉത്തരം എഴുതേണ്ടത്? ഹൗ ആർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റഡ് ഇൻ HTML? അതിപ്പോൾ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. ഹൗ ആർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ആംപർസാൻഡ് സിമ്പൽ എഴുതുക. എന്നിട്ട് നമ്മൾ ഓരോന്നും 2-3 എക്സാമ്പിൾ. NBSP എന്ന് എഴുതിയാൽ നോൺ ബ്രേക്കിംഗ് സ്പേസ് ആണ്. ആംപർസാൻഡ് കോട്ട് എന്ന് എഴുതിയാൽ ഡബിൾ കൊട്ടേഷൻ മാർക്കാണ്. ഇതൊക്കെ നമ്മൾ എഴുതുക. ആംപർസാൻഡ് ഇടുക. അതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഫേസ് അട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് വിത്ത് ദ ഡാഷ് ടാഗ്. ഫേസ് അട്രിബ്യൂട്ട് ഏത് ടാഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതിൻ്റെ ഉത്തരം ദ ഫേസ് അട്രിബ്യൂട്ട് ഏത് ടാഗുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഫോണ്ട് ടാഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ആൻസർ ഈസ് ഫോണ്ട്. ലിസ്റ്റ് ദ അട്രിബ്യൂട്ട്സ് ഓഫ് ഫോണ്ട് ടാഗ്. ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് പേര് പറയുക. ഫോണ്ട് ടാഗിൻ്റെ അട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് പേര് പറയാനാണ്. അത് എവിടെ കിടപ്പുണ്ട്? കളറ്, ഫേസ്, സൈസ്. അതാണ് ഉത്തരം. അടുത്ത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്രീ ടാഗ്? പ്രീ ടാഗിൻ്റെ ഉപയോഗം എന്ത്? പ്രീ ടാഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോകാം. പ്രീ ടാഗ് പ്രീ ഡിഫൈൻഡ് ടാഗാണ്. ദ പ്രീ ടാഗ് ക്യാൻ ഫെസിലിറ്റേറ്റ് ദ പർപ്പസ് ടു ഡിസ്പ്ലേ ദ കണ്ടൻറ്റ് ആസ് വി എൻറ്റേർഡ് ഇൻ ദ ടെക്സ്റ്റ് എഡിറ്റർ. ടെക്സ്റ്റ് എഡിറ്ററിൽ എൻ്റർ ചെയ്യുന്നത് പോലെ ഔട്ട്പുട്ടിൽ വരുന്നതിന് വേണ്ടിയാണ് പ്രീ ടാഗ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പ്രീ ടാഗിൻ്റെ ഉപയോഗം. അത് പഠിക്കുക. അടുത്തത് ഫോർ സ്ക്രോളിംഗ് എ ടെക്സ്റ്റ് വി യൂസ് ഡാഷ് ടാഗ്. നമുക്കൊരു ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് മാർക്ക് യു ടാഗാണ്. ദെൻ വാട്ട് ആർ ദി മെയിൻ അട്രിബ്യൂട്ട്സ് ഓഫ് മാർക്ക് യു ടാഗ്? മാർക്ക് യു ടാഗിൻ്റെ പ്രധാനമായിട്ടുള്ള അട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് കുറച്ച് പഠിച്ചു വെച്ചേക്കാം. ഹൈറ്റ്, വിഡ്ത്ത്, ഡയറക്ഷൻ, ബിഹേവിയർ, സ്ക്രോൾ ഡിലേ, സ്ക്രോൾ എമൗണ്ട്, ലൂപ്പ്, BG കളർ, H സ്പേസ്, V സ്പേസ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള മാർക്ക് യുവിൻ്റെ അട്രിബ്യൂട്ട്സ്. പേര് ഓർത്ത് വെച്ചേക്കുക. പേരാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് യൂസ് ഓഫ് അഡ്രസ് ടാഗ്? അഡ്രസ് ടാഗ് ഇതാണ്. അഡ്രസ് ടാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു അഡ്രസ്സ് HTML ടൈപ്പ് ചെയ്യണം. അത് ഔട്ട്പുട്ടിൽ അതുപോലെ വരണം. അപ്പോൾ നമുക്കത് അഡ്രസ് ടാഗിനിടയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ദ നോർമൽ ഫോണ്ട് സൈസ് ഇൻ ഫോണ്ട് ടാഗ്? അത് ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. നോർമൽ ഫോണ്ട് സൈസ് എത്രയാണ് ഫോണ്ട് ടാഗിൻ്റെ? അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ഡിഫോൾട്ട് വാല്യൂ ഈസ് 3. ദ ഡിഫോൾട്ട് വാല്യൂ ഓഫ് ഫോണ്ട് ടാഗ് ഈസ് 3 ആണ് അതിൻ്റെ ഉത്തരം. നെയിം ദ മെയിൻ അട്രിബ്യൂട്ട് ഓഫ് ഡിവ് ടാഗ്. ഡിവ് ടാഗിൻ്റെ പ്രധാനമായിട്ടുള്ള അട്രിബ്യൂട്ട്സ് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഡിവ് ടാഗിൻ്റെ അട്രിബ്യൂട്ട്സ് പ്രധാനമായിട്ടും വരുന്നത് അലൈൻ, ID, സ്റ്റൈല്. അലൈൻ, ID, സ്റ്റൈല്. ഇത്രയാണ് ഫോണ്ട് ഡിവ് ടാഗിൻ്റെ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. ആ സെറ്റിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ടു ഇൻസേർട്ട് ഇൻ ആൻ HTML ഡോക്യുമെൻറ്റ് ഡാഷ് ടാഗ് ഈസ് യൂസ്ഡ്. ഒരു HTML ഡോക്യുമെൻറ്റിലേക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ IMG ടാഗ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഇസ് ദ മെയിൻ അട്രിബ്യൂട്ട് ഓഫ് IMG ടാഗ്. പ്രധാനമായിട്ടുള്ള അട്രിബ്യൂട്ട് എന്ന് പറയുന്നത് SRC. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓൾട്ട് അട്രിബ്യൂട്ട് ഓഫ് IMG ടാഗ്? IMG ടാഗിനകത്ത് എന്തിനാണ് ഓൾട്ട് എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്തിൽ ടെക്സ്റ്റ് എഴുതാൻ വേണ്ടിയാണ് ഓൾട്ട് അട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ്. നെയിം ദ അട്രിബ്യൂട്ട്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഡിസ്പ്ലേ ആൻ ഇമേജ് ഇൻ എ പർട്ടിക്കുലർ സൈസ്. ഒരു ഇമേജ് പർട്ടിക്കുലർ സൈസിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് അട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒത്തിരി ഉണ്ട്. നമുക്ക് ഡിഫറെൻ്റ് അലൈൻമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൈസ് ഉണ്ട്, സെറ്റിംഗ് സ്പേസ് നമുക്ക് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്പേസ് വെച്ചുകൊണ്ട് V സ്പേസ്, H സ്പേസ് ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും.
Which are the attributes that provide horizontal and vertical space between two images, V space and space? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. പ്രധാനമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ പോർഷൻ്റെ എല്ലാം ഈ വർഷത്തെ ഫോക്കസ് പോയിൻ്റ് അനുസരിച്ചുള്ള ഒരു മോഡൽ ഇടുന്നതായിരിക്കും. ഈ ചാപ്റ്റർ വിശദമായിട്ട് പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് A+ഓ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ചാപ്റ്ററുകൾ മുഴുവനായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പോർഷനും പിന്നീട് പറയുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് കാണും. അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ള കുട്ടികളിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.